ഹലോ ഗായ്സ്, എല്ലാവർക്കും മൽഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ടു മുത്തങ്ങ കേട്ടോ. അപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിലെ എന്താ പറയുക റൈഡ് ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ 6 മണിക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് കൽപ്പറ്റന്ന്. അപ്പോൾ ഞാൻ നല്ല താമസിച്ചത് കൽപ്പറ്റയാണ് കേട്ടോ. കൽപ്പറ്റ ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പോൾ കൽപ്പറ്റയിൽ നമ്മൾ ആ റൂമിന് ഏകദേശം 423 രൂപയാണ് നമുക്ക് റൂം റെൻ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ആ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ കൽപ്പറ്റയിൽ നിന്ന് നേരെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ് ഇപ്പോൾ. എന്ന് വെറും റൈഡിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ശരിക്കും നല്ല ഒരു ഇപ്പോൾ രാവിലെ ഈ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ഉണർവാണ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇവിടെ പോണ വഴിക്ക് അവിടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ. നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മൾ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് നേരെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് പോവാണ്. ഏകദേശം ടൗണൊക്കെ സുൽത്താൻ ബത്തേരി ടൗണാണ് തോന്നുന്നത് കേട്ടോ. ടൗണൊക്കെ നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഇടയിൽ ഇങ്ങനെ ടൗൺ ഏരിയയിൽ വലിയ കാര്യമായിട്ട് കോടയില്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റിൻ്റെ ആ പ്രയാസത്തിലേക്ക് കയറുമ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു കടയും തുറന്നിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. കടകളൊക്കെ തുറന്നു ഏകദേശം 9 മണി 10 മണിയൊക്കെ ആയിരിക്കും കടകളൊക്കെ തുറന്നു വരുമ്പോഴേക്കും. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പം ചായ നിങ്ങൾ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കാം. പിന്നെ പെട്രോൾ പമ്പ് ഓപ്പണാണ്. ശരിക്കും വല്ലാത്തൊരു ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വയനാട്ടിലിങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അവിടുത്തെ ഈ കാലാവസ്ഥയും. ശരിക്കും നമ്മൾ വയനാട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലാവസ്ഥ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ കണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നേരെ മുത്തങ്ങ ഫോറസ്റ്റിന് വഴി ഒരുപാട് റീൽസുകളും കണ്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ആന എല്ലാം ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഫോറസ്റ്റിൽ പോവുകയാണെങ്കിൽ വളരെ നേരത്തെ പോകണം. അവിടെ വൈൽഡ് സാങ്ച്വറിയിൽ ഇപ്പോൾ ഫോറസ്റ്റ് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി. സഫാരിയിൽ ഒരാൾക്ക് 390 എന്നതാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. നമുക്ക് അവിടെ പോയാൽ അതിനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നേരത്തെ ചെല്ലുകയാണെങ്കിൽ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റിന് നമ്മൾ ബുക്ക് ചെയ്ത് വേണം പോകാൻ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. ചെറുതായി കോട വെള്ളം തുടങ്ങി. ശരിക്കും കോട മൊത്തത്തിൽ കോടയും ചില ഏരിയകൾ ഭയങ്കര കോട കേട്ടോ. നമ്മൾ ഫോറസ്റ്റിനോട് എടുക്കുമ്പോൾ ഒരു കോട കൂടിക്കൂടിയാണ് വരും. 6 മണി ടൈമിലാണ് ഈ കോട എന്ന് ആലോചിക്കുന്നത്. തലേന്ന് കാര്യമായിട്ട് മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും രാവിലെ നല്ലൊരു കോട കാലാവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ എത്തി പോകുന്നത്. എത്തി നല്ല പറ്റിച്ചു, നല്ല എന്താ പറയുക, നല്ലൊരു വൈബാണ്. ഒന്നും പറയാനില്ല. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ റൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നല്ലൊരു വൈബ് കാര്യങ്ങൾ തന്നെയാണ്. അത് രാവിലെ ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയുള്ള ബൈക്ക് റൈഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഉണർവാണ്. അങ്ങനെ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നിട്ട് നമ്മൾ ഏകദേശം മുത്തങ്ങ വൈൽഡ് സാങ്ച്വറിൻ്റെ ഒക്കെ ഓഫീസിൻ്റെ അവിടെയൊക്കെ എത്താനായിട്ടുണ്ട്. മുത്തങ്ങ ഫോറസ്റ്റ് ആണ്. ഇവിടെ ആന ഉണ്ടാവും, ആന ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. വഴിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഡേഞ്ചറാണ്, നോക്കി പോകുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു റൈഡായിരുന്നു. നമുക്ക് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വൈൽഡ് ലൈഫിൻ്റെ അവിടെ എത്തും. മുത്തങ്ങ കേന്ദ്ര വൈൽഡ് ലൈഫിൻ്റെ അവിടെ എത്തും.
കൈക്കൊക്കെ ചെറിയൊരു പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കടന്നു എന്തെന്ന് അറിയില്ല. ശരിക്കും നല്ലൊരു വില്ലേജ് കൂടെ നമുക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാട്ടോ. അവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഈ കാണുന്ന മുത്തങ്ങ ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ. നമ്മൾ കേരളത്തിലെ ബോർഡറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട് വയലാണ് നല്ല വയലാണ്. അപ്പോൾ നിങ്ങൾ ഈ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് യാത്ര ചെയ്ത് തീർച്ചയായും ഒരു വട്ടം നിങ്ങൾ യാത്ര ചെയ്യട്ടെ. വയനാട് വരികയാണെങ്കിൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയുള്ള റൈഡ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ചെയ്യുക. നമ്മൾ എങ്ങനെ ഫോറസ്റ്റിനുള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പറ്റ ടു മുത്തങ്ങ ഫോറസ്റ്റ് വരെയുള്ള റൈഡ് കാര്യങ്ങളുടെ വീഡിയോ ആണ്. അവിടെ ഒരു ചെറിയ ഭാഗമുണ്ട് കേട്ടോ. ഇവിടെ ആന വരും, ഡേഞ്ചർ ഉണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ അവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. റൈഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതേപോലെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വയനാടിൻ്റെ അങ്ങനെ നമ്മൾ ഒടുവിൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇത് ചെക്ക് പോസ്റ്റാണ്, ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ.